തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പരിപാടികളും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം ജനതയുടെ സമരം 1.5 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തേക്ക് എത്തി ഈ വാഗ്ദാനങ്ങളൊക്കെയും നൽകിയത്. എന്നാൽ ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള വരവാണെന്നും ഇപ്പോൾ പറഞ്ഞതൊക്കെ ഇവർ മാറ്റിപ്പറയുമെന്നും അന്നേ കോൺഗ്രസിനെ നന്നായി മനസ്സിലാക്കിയ മുനമ്പം നിവാസികൾ പറഞ്ഞിരുന്നു. ക്രിസ്മസിന് മുമ്പ് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അതൊരു വിശ്വാസമില്ല. ഈ സമരം തുടങ്ങണേക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് 51-ാം ദിവസമാണ് അവരിന്ന് തിരിഞ്ഞു നോക്കിയേക്കണത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഞങ്ങൾ എന്ത് വിശ്വസിക്കും ഇവരെ പറ്റി? മുനമ്പം വിഷയത്തിൽ ആരംഭിക്കുന്ന പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം 1 മാസത്തിനുള്ളിൽ ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നതായിരുന്നു. എന്നാൽ സമരപ്രഖ്യാപനം നടത്തി 10 ദിവസം പിന്നിടുമ്പോഴും സമരം വാക്കുകളിൽ ഒതുങ്ങുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ച് സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലീഗ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ തള്ളി അവരുടെ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെ സമരം നടക്കില്ലെന്ന് ഉറപ്പായി. ഒപ്പം മുനമ്പം ജനതയ്ക്ക് മുന്നിൽ അന്ന് വി.ഡി. സതീശൻ പറഞ്ഞ ഈ വാക്കുകൾ കള്ളമെന്നും വ്യക്തമാവുകയാണ്. മുഴുവൻ മുസ്ലിം സംഘടനകളുമായി അവരെ ആശയവിനിമയം നടത്തി ഞങ്ങളെല്ലാവരും. എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അവരെ മുഴുവൻ ബോധ്യപ്പെടുത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടി നിങ്ങളുടെ ഈ ആവശ്യത്തിന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പിന്തുണ നൽകി. നിസ്സാര കാര്യമാണ്. ഞങ്ങളെല്ലാവരെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കേരളത്തിലെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹരിക്കാൻ എന്ത് നിലപാട് സ്വീകരിച്ചാൽ ആദ്യം അതിന് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളായിരിക്കും. ഒരു സംശയവും. ഇതേസമയം ഇടതുമുന്നണിയും UDF-ഉം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ വീഴാതെ ശക്തമായി തുടരുന്ന മുനമ്പം സമരം ഇന്ന് 63-ാം ദിവസമാണ് കടക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.